ഹലോ, നമുക്കിന്ന് നല്ലൊരു സേമിയ പായസം വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് വറുത്ത സേമിയയാണ് ഞാൻ എടുത്തേക്കുന്നത്. രാവിലെ ഉപ്പുമാവായതുകൊണ്ടാണ് റവയിൽ നിന്ന് വായി വന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്ത കടല, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, പിന്നെ ഏലക്കായും ജീരകവും, പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന നല്ല കഴുകിയെടുത്തിട്ടാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരി, പിന്നെ 2 കവറ് പാല്. അപ്പോൾ നമുക്ക് പാല് പൊട്ടിച്ച് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ പഞ്ചസാര, ജീരകം, ഏലക്ക ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ച് ചേർക്കാം. പാല് തിളച്ചില്ല, ചൂടായി വരുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാം നന്നായിട്ട്. ഇവിടെ നല്ല മഴയാണ്. നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ രാവിലെ തൊട്ടേ മഴയാണ്, നല്ല തണുപ്പും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സേമിയ പായസം കുടിച്ചാലോ എന്നൊരാഗ്രഹം. അപ്പോൾ ഏട്ടൻ പോയി വാങ്ങിയിട്ട് വന്നതാണ്. ഇന്നെന്ത് മഴയല്ലേ! ഇങ്ങനെ മഴയുള്ള സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ല ഒരിതാണ്. അപ്പോൾ നമ്മുടെ ചൗവരി പാല് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചൗവരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് കഴിഞ്ഞാൽ ചൗവരി ചേർത്ത് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോയെന്നിരിക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ചു. നമുക്ക് ചൗവരി അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 4 സ്പൂണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇളക്കാൻ എടുക്കുന്ന തവിക്ക് 4 സ്പൂൺ. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇളക്കി നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ആ തിള വന്ന നേരം കൊണ്ട് നമുക്ക് ഈ കാണുന്ന സ്പൂണിന് 4 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1, 2, 3, 4 സ്പൂൺ ചേർത്തു. ഇനി നമുക്ക് ഇളക്കി പായസം റെഡി ആകുമ്പോഴത്തേക്കും അത് നോക്കിയിട്ട് പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മധുരമൊക്കെ അതിലേക്ക് ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് സേമിയ ചേർക്കാം. ചിലർ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അതില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സേമിയ ചേർക്കാം. അത് വറുത്ത് വെച്ചേക്കുന്ന ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വറക്കണ്ട, അതേപടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. സേമിയ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി, കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക്, നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വയ്ക്കണം. എന്നിട്ട് നമുക്ക് നന്നായി തിളയെല്ലാം വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് അത് പതുക്കെ വെന്ത് കുറുകി വരും. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊന്നും എനിക്കിങ്ങനെയൊന്നും അറിയത്തില്ല. പായസം വയ്ക്കാനോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു മീൻ വെട്ടാനോ ഒന്നും അറിയത്തില്ലായിരുന്നു.
ഇവിടെ എന്ന് പറയാൻ ആരും പറഞ്ഞു തരാനും ഒന്നുമില്ല. അച്ഛനും അമ്മയും ആരും ഇല്ല. ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. അപ്പോൾ പിന്നെ ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ മീൻ വെട്ടാനുമൊക്കെ പഠിച്ചതാണ്. പായസം വെക്കാൻ ചേട്ടൻ പറഞ്ഞു തന്നതാണ്. ഇതുപോലെ ചൗരിയൊക്കെ ഇട്ട് പായസം വയ്ക്കുന്ന കാര്യം ചേട്ടായി പറഞ്ഞു തന്നതാണ്. ആൾ നല്ലൊരു കുക്കാണ്. മുട്ടക്കറിയൊക്കെ വയ്ക്കും. ഇടയ്ക്ക് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ തോന്നിയിരുന്നാൽ ചിലപ്പം കയറി കുക്ക് ചെയ്യും. കുക്ക് ചെയ്താൽ നല്ല സൂപ്പറാണ്. ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന കടലയും മുന്തിരിങ്ങായും ഒക്കെ പെറുക്കി കഴിക്കാനായിട്ട് വന്നു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പായസമൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അതൊക്കെ പെറുക്കി കഴിക്കാനായിട്ട് പുറകെ ആൾ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അതിൽ ഒന്ന് മെസ്സേജ് ഇടണേ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കുറുകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നന്നായിട്ടത് കുറുകി വെന്ത് വരണം. അപ്പോൾ എല്ലാവർക്കും അവൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? പൂച്ചയുടെ പാവമുണ്ടല്ലേ, നല്ല സ്നേഹമാണ്. ഇപ്പോൾ ദാ ഇത് വയ്ക്കുന്ന മണം അടിക്കുമ്പോഴത്തേക്ക് ആളിങ്ങി വരും. ആൾ ഭയങ്കര പായസക്കൊതിയാണ്. വൈകുന്നേരം രാവിലെ ഞങ്ങൾ കാപ്പി കുടിക്കുന്ന സമയത്ത് ഇവിടെ കാണും. പിന്നെ ഉച്ചയ്ക്ക് വരത്തില്ല. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചോറ് കൊടുക്കണമല്ലോ. അപ്പോൾ ചോറ് കൊടുത്താൽ അവൻ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് വരത്തില്ല. പിന്നെ വൈകുന്നേരം കറക്റ്റ് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കുമ്പോഴത്തേക്ക് വരും. അന്നേരം എന്തെങ്കിലുമൊക്കെ കുറിക്കാനുണ്ടെങ്കിൽ അവനും കിട്ടുമെന്നറിയാം. ആ സമയം നോക്കി അവൻ വരും. അവൻ ആ സമയത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ എടുത്ത് വെച്ചേക്കും. ഇപ്പോൾ ഇതാ പായസത്തിന് മണം അടിക്കുമ്പോഴത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പോകത്തില്ല. പിന്നെ പായസം കുടിച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഭയങ്കര പായസക്കൊതിയാണ് അവന്. ബേക്കറി ഐറ്റംസ്, പിന്നെ അതുപോലെ ചിക്കന്, മീനൊന്നും അങ്ങനെയൊന്നും കഴിക്കുകയില്ല. മീനൊക്കെ നമ്മൾ വറുത്തിട്ട് ഞുള്ളി കൊടുക്കണം. പിന്നെ പൊറോട്ട വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതേ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. നോക്കട്ടെ, അവനാന്ന് തോന്നുന്നു. അതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. നിനക്ക് പായസം വേണോ? കണ്ടോ, കരയുന്നുണ്ടോ? കണ്ടോ, കള്ളൻ. അവനിൻ്റെ മണം അടിച്ച് ഇനി അവൻ ഇവിടുന്ന് പോകത്തില്ല. അപ്പോൾ അതേ ചേട്ടനകത്തിരുന്ന് TV കാണുന്നുണ്ട്. ചേട്ടായിനെ നോക്കിയാണ് കരയുന്നത്. നമുക്ക് അടുത്തോട്ട് ചെല്ലാം. എടാ, പായസം വേണോട്ടോ നിനക്ക്? കരഞ്ഞടാ, വേണമെന്ന് പറയടാ. കണ്ടോ, കരയുന്നുണ്ടോ? നീ ഇവിടെ ഇരുന്നു, പായസം റെഡി ആവട്ടെ, തരാവേ കേട്ടോ. അപ്പോൾ ദേ അവൻ്റെ പുറകെ പോയപ്പോഴത്തേക്ക് പായസം നന്നായിട്ട് തിളച്ചു, നന്നായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട്. അവനിതുപോലെ പാത്രത്തിൽ കൊടുത്താലൊന്നും അവൻ കഴിക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ അവർ വളർത്തിയതെന്ന് വെച്ചാൽ ചിക്കനൊക്കെ വാങ്ങിച്ചാൽ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അന്നേരം ഇതുപോലെ താഴെയൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തത്. പാത്രമൊക്കെ കഴുകുന്ന ഒരു വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവന് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ അവർ പാത്രത്തിലൊന്നും കൊടുക്കാത്തത് കാരണം അവനങ്ങനെ പാത്രത്തിൽ കൊടുത്താൽ അവൻ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവനങ്ങനെ പാത്രത്തിൽ കൊടുക്കാഞ്ഞത്. അല്ലാതെ വേറെ ഇതുകൊണ്ടൊന്നുമല്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രമൊക്കെ അവന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവനതിൽ കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്കിതിന് മധുരവും നോക്കാം. വലിയ മധുരമില്ല. നമുക്കൊരു സ്പൂണും കൂടെ, ഒരു തവിയും കൂടെ ഇടാം. അപ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. ഇവിടെ ഏട്ടനൊക്കെ ആണെങ്കിലും മധുരം വേണം. എന്നാലും ഇത് ഓവറായിട്ട് മധുരമൊന്നുമില്ല, കുറച്ചുകൂടെ മധുരം വേണം. അപ്പോൾ അത് കാരണം ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടുവാണ്. നിങ്ങളെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. ഓരോരുത്തർക്ക് ഓരോ മധുരത്തിന് ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഞാൻ കുറേ ദിവസമായി ഇവിടെ പായസം വയ്ക്കുന്ന കാര്യമൊക്കെ പറയുന്നു. ഏട്ടൻ ഇന്നാ ഇപ്പോൾ കടയിൽ പോയപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നു.
ഇതാ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറുകണ്ടേ, ഇരിക്കുമ്പോൾ നന്നായിട്ടത് കുറുകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ശകലം ഒരു ഇതാക്കി ഇടുവാണെങ്കിൽ ആ സമയത്ത് അത് കുറുകി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. 1-2 തിളയും കൂടെ തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, അതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര, ഏലക്ക, ജീരകം. ഏലക്കയും ജീരകവും നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരക്കകത്ത് പൊടിച്ചെടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അറിയാൻ മേലാത്തവർക്കായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി. അങ്ങനെ പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിക്കുമ്പോൾ അതിന് ഒന്നുകൂടെ ഒരു ഇത് കിട്ടും, കുറുകി വരുന്നതായിട്ട് ഒന്നുകൂടെ നമുക്ക് തോന്നും. പഞ്ചസാരയൊക്കെ പൊടിച്ചല്ലേ നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവം മതി. നന്നായിട്ട് തിളച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നതാണ്. സമയം പോകണ്ടേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു, നീ അങ്ങനെ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു അറിയാവുന്ന ആൾക്കാരെ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം മതി. നമുക്കിനി അത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ആ കടലയും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്കൊന്ന് വറുത്ത് അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ശകലേ ഉള്ളായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് വറുത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പായസപ്പൊതിനകത്തൂടെയൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് നമുക്ക് പായസത്തിലേക്കിടാം. പായസക്കൊതിയൻ തിണ്ണേന്ന് അടുക്കളയിൽ വന്നിരിക്കും. അത് ഇപ്പം ഞാൻ കോരിയെടുക്കുന്നത് ഏട്ടൻ പറഞ്ഞിട്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുത്തൊന്ന് സമാധാനിപ്പിച്ചിട്ട് ഇത് ചൂടല്ലേ, ചൂടൊന്ന് ആറ്റി അവന് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് കളറ് മാറുമ്പോഴത്തേക്ക് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും കരിഞ്ഞു പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. ചിലർ ഇത് തേങ്ങയൊക്കെ കൊത്തിയിടും. ഇവിടെ തേങ്ങ കൊത്തിയിട്ടാൽ ഏട്ടന് ഇഷ്ടമല്ല. അത് കാരണം പിന്നെ ഞാൻ തേങ്ങ ഒഴിവാക്കിയേക്കും. കൊണ്ടുവന്നപ്പോഴും എന്നോട് പറഞ്ഞു തേങ്ങയൊന്നും ഇവിടെ ഇട്ടത്, തേങ്ങ ഇട്ടാൽ എനിക്ക് വേണ്ട. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെ വീണ്ടും അതിരുന്ന് തിളച്ച് വീണ്ടും അത് ഒരുപാടങ്ങ് കുറുകിപ്പോയാലും അഴുക്കാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ആറിയിട്ട് അവന് കൊടുക്കാം. അവനിതുപോലെ വെയിറ്റിംഗ് ആണ്. നമുക്ക് അവനെ കുറച്ച് കോരിയെടുത്ത് നാറ്റി കൊടുക്കാം. അവൻ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. അവിടെ നോക്കിയിരിക്കുന്നുണ്ടോ, അകത്തോട്ട് നോക്കിയിരിക്കുവാണ്. എടാ അത് ആറട്ടെടാ, ഞാനത് ചൂടായതുകൊണ്ട് ആറാൻ വെച്ചേക്കും. ആണ്ട് പോണം.
വേണ്ടേ ആറിയിട്ടുണ്ടോ ഒഴിച്ചു കൊടുക്കും. അയ്യോ കൊതിയൻ്റെ കൊതി നോക്കിയേ. എടാ ചൂട് ചൂട് ചൂട്. അതിന് ചൂടൊന്നും വിഷയമല്ല, അവൻ്റെ കൊതിയാണ്. ഉണ്ടാവാൻ കഴിക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. ഉണ്ടോ രുചിച്ച് നോക്കി കഴിക്കുന്നുണ്ടോ? ആദ്യം നോക്കുന്ന മധുരം ഉണ്ടോ എന്ന്, എന്നാലേ ഉള്ളൂ ഞങ്ങൾ എന്തും കഴിക്കത്തുള്ളൂ. അപ്പോൾ അവൻ പായസമൊക്കെ കുടിക്കട്ടെ, ഞങ്ങളും കുടിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. അപ്പോൾ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ